ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിയാൽ ഹമാസിനെ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തുന്നത് ബുദ്ധിപരമായ മാർഗമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UKയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ലേബർ പാർട്ടിയുടെ പൊളിച്ചെഴുത്ത് നികുതിഭാരം വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. സോഷ്യൽ കെയർ മേഖലയിലെ അധിക വേതനം നൽകാൻ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 225 പൗണ്ട് അധിക കൗൺസിൽ ടാക്സ് നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ പ്രതിരോധ മന്ത്രിയെ നിയമിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സാമ്പത്തിക വിദഗ്ധനും ഉപപ്രധാനമന്ത്രിയുമായ ആൻഡ്രി ബെലോസിയോവിനെയാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചത്. ഇന്ത്യ നൽകിയ വിമാനങ്ങൾ പറത്താൻ കഴിവുള്ളവർ സേനയിൽ ഇല്ലെന്ന മാലദ്വീപ് പ്രതിരോധ മന്ത്രി. മാലദ്വീപിൽ നിന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാനായി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കുഞ്ഞുങ്ങളുടെ മേൽ ബോംബിട്ടാൽ ഹീറോ ആകില്ല, ചരിത്രം നിന്നെ വംശഹത്യക്കാരനായി രേഖപ്പെടുത്തും. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ നൽകാമെന്ന് പറഞ്ഞത് നടന്നില്ല. മോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടന്നിട്ടില്ല. അടുത്ത വർഷം മോദി വിരമിക്കും. വിലക്കയറ്റം തടയുന്നതടക്കം 10 വാഗ്ദാനങ്ങൾ നൽകിയും കെജ്രിവാൾ രംഗത്ത്. തമിഴ്നാട്ടിലെ CPI നേതാവും നാഗപട്ടണം MP-യുമായ M. സെൽവരാജ് അന്തരിച്ചു. 67 വയസ്സിലാണ് അന്ത്യം. പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടൽ തീരുമാനം പ്രതികാര ബുദ്ധിയുടെയും അവഗണനയുടെയും മറ്റൊരു ഉദാഹരണമാണെന്ന് മന്ത്രി MP രാജേഷ്. വിഷയത്തിൽ പുതുതായി തെരഞ്ഞെടുക്കുന്ന MP-മാരുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിൽ ശമ്പളം മുടങ്ങിയതോടെ വിവിധ തൊഴിലാളി യൂണിയനുകൾ സമരത്തിലേക്ക്. BMS യൂണിയൻ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് റിപ്പോർട്ട്. ചെന്നൈയോട് 5 വിക്കറ്റിന്റെ തോൽവി നേരിട്ട് രാജസ്ഥാൻ. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് തകർപ്പൻ ജയം. ഡൽഹി ക്യാപിറ്റൽസിന്റെ 47 റൺസിന് തകർത്തു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.